ഇതെന്തു പറ്റിയതാ? നിങ്ങളുടെ സൗഹൃദം തകർത്തതുകൊണ്ടാവും. എന്നും കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയ എൻ്റെ സുഹൃത്തുക്കൾ തന്ന സമ്മാനമാണ്. കൂടുതൽ പറയാൻ അവന് താല്പര്യമില്ലെന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങളും പിന്നീട് അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. വന്ന കാര്യം പറയാനും തോന്നിയില്ല. ഇന്ദ്രജിത്ത് അവൻ്റെ അമ്മയോട് യാത്ര ചോദിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് അർജുൻ വിളിച്ചത്. നിങ്ങൾ കഷ്ടപ്പെട്ട് അന്വേഷിച്ച് ഇവിടം വരെ വന്നിട്ട് വന്ന കാര്യം നടത്താതെ പോവാണോ? നിങ്ങൾ വന്നത് എന്നെ കണ്ടുപിടിച്ച് രണ്ടെണ്ണം പൊട്ടിക്കാനാണെന്ന് എനിക്കറിയാം. അല്ലേ അർജുൻ? നിനക്ക് രണ്ടെണ്ണം തരണമെന്ന് ഞങ്ങൾ കരുതിയിരുന്നു. പക്ഷേ ഇവിടെ വരെ വന്നതിൻ്റെ ഉദ്ദേശം അതുമാത്രമല്ല. റോയിയുടെ മനസ്സിൽ ഇപ്പോഴും ഞങ്ങളോട് പകയാണ്. അതിൻ്റെ കാരണം നിനക്കറിയാമല്ലോ. നിന്നെ കണ്ടുപിടിച്ച് അന്ന് നടന്ന സംഭവങ്ങളുടെ യാഥാർത്ഥ്യം നിന്നെക്കൊണ്ട് തന്നെ അവനോട് പറയിപ്പിക്കണമെന്ന് കരുതി വന്നതാണ്. ഞാനും പലപ്പോഴും ആഗ്രഹിച്ചിരുന്നു തെറ്റുകളെല്ലാം റോയിയോടും നിങ്ങളോടും ഏറ്റു പറയണമെന്ന്. പക്ഷേ കോളേജ് കഴിഞ്ഞ ശേഷം നിങ്ങൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ വരാം, എല്ലാവരോടും സത്യങ്ങൾ തുറന്നു പറയാം, ഇപ്പോൾ തന്നെ. അർജുനെയും കൂട്ടി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി. അന്ന് നടന്ന കാര്യങ്ങളെല്ലാം അർജുൻ തന്നെ റോയിയോട് ഏറ്റു പറഞ്ഞു. ക്ഷമിക്കണം റോയ്, ഒരു നിമിഷം ഞാനും നിന്നെ തെറ്റിദ്ധരിച്ചു. മനഃപൂർവ്വമല്ലെങ്കിലും ഇതിനൊക്കെ കാരണം ഞാനാണ്. നീ എന്നോട് ക്ഷമിക്കണം. കുറ്റബോധത്തോടെ റോയ്ക്ക് മുന്നിൽ തലകുനിച്ച് നിന്നുകൊണ്ട് അരുൺ പറഞ്ഞു. ഒന്നും മിണ്ടാതെ റോയ് ബെഡിലേക്ക് ചാരി കണ്ണുകളടച്ചു. ഏറെ നേരം നിന്നിട്ടും മറുപടിയൊന്നും ലഭിക്കാതായപ്പോൾ അവന് തന്നോട് ഇപ്പോഴും ദേഷ്യം തന്നെയാണെന്ന് അരുൺ കരുതി. നിരാശയോടെയും അതിലുപരി സങ്കടത്തോടെയും അരുൺ പുറത്തേക്ക് നടന്നു. അരുൺ, നിന്നോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല. നീ അറിയാതെ ചെയ്ത് തെറ്റാണെങ്കിൽ ഞാൻ നിങ്ങളെ ഉപദ്രവിച്ചത് മനഃപൂർവ്വമല്ലേ? ഞാൻ എങ്ങനെ നിങ്ങളെ വെറുക്കും? തെറ്റ് ചെയ്തത് ഞാനാണ്, ഒന്നല്ല നിരവധി. എത്ര പേരുടെ ജീവിതം ഞാൻ കാരണം നശിച്ചു. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ എല്ലാവർക്കും ലഭിച്ചു. ഇനി ആരും അതിനെക്കുറിച്ച് ഓർക്കണ്ട. റോയിയുടെ വാക്കുകൾ എല്ലാവരിലും സന്തോഷമുളവാക്കി. എല്ലാം ക്ഷമിച്ചും പുറത്തും ജീവിക്കുന്നതാണ് നല്ലതെന്ന് 4 പേർക്കും തോന്നി. ഇന്ദ്രനെയും അരുണേട്ടനെയും കാത്ത് കോളേജ് വരാന്തയിൽ നിൽക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് അതുവഴി നയന പോകുന്നത് കണ്ടത്. കുറച്ചുനാൾ മുന്നേ അവൾക്ക് കൊടുത്ത വാക്ക് ഞാൻ ഓർമ്മിച്ചു. നിരവധി പ്രശ്നങ്ങൾക്കിടയിൽ ആ കേസ് ഞാൻ വിട്ടുപോയിരുന്നു. അവൾക്ക് അരുണേട്ടനോടുള്ള സ്നേഹം ആത്മാർത്ഥമാണ്. അതവളുടെ മുഖത്തു നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. മുൻപൊരിക്കൽ സംസാരിക്കുന്നതിനിടയിൽ അവളുടെ പേര് പറഞ്ഞപ്പോൾ അരുണേട്ടൻ്റെ കണ്ണിൽ കണ്ട തിളക്കം ഏട്ടന് അവളോടും ഒരു പ്രത്യേക താല്പര്യമുണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണ്. എല്ലാം എത്രയും പെട്ടെന്ന് ശരിയാക്കണം, അവൾ മനസ്സിലോർത്തു. അപ്പോഴേക്കും ഇന്ദ്രനും അരുണും കോളേജിലേക്കെത്തി. അവരുടെ മുഖത്ത് കണ്ട സന്തോഷത്തിൽ നിന്നും കാര്യങ്ങളെല്ലാം കലങ്ങിത്തെളിഞ്ഞുവെന്ന് നീലുവിന് മനസ്സിലായി. അവൾ ഓടി അവർക്കരികിലേക്ക് ചെന്നു. എന്തായി? പ്രശ്നങ്ങളെല്ലാം തീർന്നോ? അർജുനെ പഞ്ഞിക്കിട്ടോ? അതിൻ്റെ ആവശ്യം വന്നില്ല. അവളുടെ ആകാംക്ഷയോടെയുള്ള ചോദ്യം കേട്ട് ഇന്ദ്രൻ പറഞ്ഞു. നീലു സംശയത്തോടെ നെറ്റി ചുളിച്ചു. ഇന്ദ്രൻ നടന്ന കാര്യങ്ങളെല്ലാം അവൾക്ക് വിശദീകരിച്ചു കൊടുത്തു. അതുതന്നെയാ നല്ലത്. റോയി ആളൊരു വൃത്തികെട്ടവനാണെങ്കിലും ഈ പറഞ്ഞത് 100% ശരിയാ. റോയി ഇപ്പോൾ ആളാകെ മാറിയിട്ടുണ്ട്. അവൻ്റെ മനസ്സ് നിറയെ കുറ്റബോധമാണ്. ഇനിയെങ്കിലും അവന് നന്നായാൽ മതിയായിരുന്നു, ഇന്ദ്രൻ പറഞ്ഞു. ഇപ്പോഴാ സമാധാനമായേ. പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചല്ലോ. അരുൺ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ആര് പറഞ്ഞു എല്ലാം അവസാനിച്ചെന്ന്? ഒരു വലിയ പ്രശ്നം ബാക്കി നിൽക്കുമല്ലേ? ഞാൻ പറഞ്ഞപ്പോൾ 2 പേരും ഒന്നും മനസ്സിലാവാതെ എന്നെ തന്നെ നോക്കി നിന്നു. നയന, ആ പേര് പറഞ്ഞപ്പോൾ തന്നെ അരുണേട്ടൻ ഒന്ന് പരിങ്ങി. ഞാൻ ഒന്ന് സ്റ്റാഫ് റൂമിൽ വരെ പോയിട്ട് വരാം. ഒരു ചെറിയ ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ട്. ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടിട്ട് നീ ഡൗട്ട് ക്ലിയർ ചെയ്താൽ മതി. കിട്ടിയ അവസരത്തിൽ മുങ്ങാൻ നോക്കിയ അരുണിൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് പിടിച്ചുകൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു. അരുണേട്ടന് അവളെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പിന്നെന്തിനാ അവളെ ഇങ്ങനെ ആട്ടി ഓടിക്കുന്നത്? എടാ, നിങ്ങൾക്കൊക്കെ അറിയില്ലേ എൻ്റെ പ്രശ്നങ്ങൾ. സ്വന്തമായി ഒരു വരുമാനം പോലും ഇല്ലാതെ ഞാൻ എങ്ങനെയാടാ അവളെ? നീ എന്താടാ വിചാരിച്ചു വെച്ചേക്കുന്നേ? നിന്നെക്കുറിച്ച് ഒന്നും അറിയാതെയാണ് അവൾ നിന്നെ സ്നേഹിക്കുന്നതെന്നോ? ഇന്ദ്രൻ പറയുന്നത് കേട്ട് ഒന്നും മനസ്സിലാവാതെ അരുൺ അവനെ നോക്കി. അവൾക്ക് നിന്റെ പ്രശ്നങ്ങളെല്ലാം അറിയാം. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ അവൾ നിന്നെ സ്നേഹിക്കുന്നത്. ഇനിയും നീ അവളുടെ ഇഷ്ടം കണ്ടില്ലെന്ന് നടിക്കരുത്. ഇന്ദ്രൻ പറഞ്ഞു കഴിയുമ്പോഴേക്കും അരുണിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ വരാടാ,
എന്നും പറഞ്ഞ് അരുൺ എവിടെയൊക്കെ ഓടി. അത് നയനയെ കാണാനുള്ള പോക്കാണെന്ന് ഇന്ദ്രനും നീലുവിനും മനസ്സിലായിരുന്നു. ഒരു പുഞ്ചിരിയോടെ അവർ അവന്റെ ഓട്ടവും നോക്കി നിന്നു. അരുൺ അവിടെ നിന്നും നേരെ പോയത് നയനയുടെ അടുത്തേക്കാണ്. അവന്റെ വരവ് കണ്ടപ്പോൾ ഇത്തവണയും പിറകെ നടന്നതിന് വഴക്കു പറയാനായിരിക്കുമെന്നാണ് അവള് കരുതിയത്. എൻ്റെ പൊന്നരുണേട്ട, എൻ്റെ തലല്ലേ, ഇനി ഞാൻ സത്യമായിട്ട് ഏട്ടൻ്റെ പിറകെ നടക്കില്ല, പ്ലീസ് ഒന്നും ചെയ്യല്ലേ. ഇരു കണ്ണുകളും അടച്ചുപിടിച്ച് നിഷ്കളങ്കമായി പറയുന്ന അവളെ കണ്ടപ്പോൾ അവന് ചിരിയാണ് വന്നത്. കൂടെ ഇവളുടെ സ്നേഹം മനസ്സിലാക്കാൻ ഇത്തിരി വൈകിപ്പോയല്ലോ എന്ന സങ്കടവും. നയന കണ്ണു തുറന്നു നോക്കിയപ്പോൾ മുന്നിൽ കാണുന്നത് ഒരു ചിരിയോടെ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന അരുണിനെയാണ്. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. ആദ്യമായിട്ടാണ് അവൻ അവളുടെ മുന്നിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴും കടിച്ചു കീറാൻ നിൽക്കുന്ന ഭാവത്തിലാണ്. എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? അവൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നത് കണ്ട് അവൻ ചോദിച്ചു. ഒന്നുമില്ല, അവൾ ചുമലുകൂച്ചി കാണിച്ചു. അടുത്തതായി എന്തോ പറയാൻ അവൻ അവളുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ തന്നെ അവൾ പേടിച്ച് ഒരടി പിന്നോട്ടേക്ക് നീങ്ങി നിന്നു. അരുൺ വീണ്ടും അത് ആവർത്തിച്ചപ്പോൾ അവൾ അതിനനുസരിച്ച് പിന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. അവസാനം നയനെ ഒരു മരത്തിൽ തട്ടി നിന്നു. അവളെ കാണാനായി ചെന്നപ്പോൾ പ്രതീക്ഷിച്ച പോലെ അവൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കൂടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അടുത്തുള്ള ചെടിയിൽ നിന്നും ഒരു ഇലയും പറിച്ച് അതും വായിലിട്ട് ചവച്ച് ആകാശവും നോക്കി നിൽപ്പാണ്. ഒരു കണക്കിന് അത് സൗകര്യമായി. എന്തുകൊണ്ടും ഇഷ്ടം തുറന്നു പറയാൻ പറ്റിയ അവസരം. ഞാൻ നേരെ അവളുടെ മുന്നിലേക്ക് ചെന്ന് നിന്ന് ഒരു ചിരി സമ്മാനിച്ചു. എന്നിൽ നിന്നും അങ്ങനെയൊരു പ്രവൃത്തി ആദ്യമായതുകൊണ്ടാവണം അവൾ അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഇത്രയും വേദനിപ്പിച്ചതിന് ഒരു ക്ഷമ ചോദിക്കാമെന്ന് കരുതി ഞാൻ അവളുടെ അടുത്തേക്ക് കുറച്ച് നീങ്ങി നിന്നു. പക്ഷേ അവൾ അതിനനുസരിച്ച് പേടിയോടെ പിറകിലോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. അവസാനം ഒരു മരത്തിൽ തട്ടി നിന്നു. പല സിനിമകളിലും കണ്ട സീനൊക്കെ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അത് കണ്ടപ്പോൾ ചെറിയൊരു കുസൃതി മനസ്സിൽ തോന്നി. അവളുടെ രണ്ട് ചുമലിലും കൈവച്ച് ഞാൻ ഒന്നുകൂടി അവളോട് ചേർന്ന് നിന്നു. തീരെ പ്രതീക്ഷിക്കാത്ത ഒന്നായതുകൊണ്ട് അവളിൽ അതിന് ഞെട്ടലും ഭയവും പ്രകടമായിരുന്നു. ഭയം കാരണം അവളുടെ ശ്വാസഗതി പോലും വർദ്ധിച്ചു വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ ടെൻഷൻ അടുപ്പിച്ച് അവളുടെ ഉള്ള ബോധം കൂടി കളയണ്ട എന്ന് ഞാൻ കരുതി. മനസ്സിലുള്ള കാര്യം വെട്ടി തുറന്നു പറഞ്ഞു. കൂടെ ഇത്രയും കാലം വേദനിപ്പിച്ചതിന് മനസ്സിൽ തൊട്ട് ക്ഷമയും പറഞ്ഞു. ഞാൻ അത് പറഞ്ഞപ്പോൾ അവൾക്കുണ്ടായ സന്തോഷം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ തന്നെ ധാരാളമായിരുന്നു. ശരിക്കും? വിശ്വാസം വരാതെ അവൾ വീണ്ടും എന്നോട് ചോദിച്ചു. സത്യം, ജീവനാണ് മറ്റെന്തിനേക്കാളും. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ ഞാനത് പറഞ്ഞു. അത് കേട്ടപാടെ അവൾ എന്നെ ഇറുകെ പുണർന്നു. ഞാൻ തിരികെ അവളെയും. ഏറെ നേരം ആ നിൽപ്പ് തുടർന്നു. രണ്ടുപേർക്കും വിട്ടുപോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത എന്തൊക്കെയോ വികാരങ്ങൾ രണ്ടുപേരുടെയും മനസ്സിൽ നിറഞ്ഞു. അത് പ്രണയമാണെന്ന് രണ്ടുപേരും പറയാതെ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. കോളേജിലെ ചവിട്ടുപടിയിൽ ഇരുന്ന് നീലുവിൻ്റെ തോളിലേക്ക് തല ചായ്ച്ചു വെച്ചുകൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു. പറയാനോ? എന്തു പറയാൻ? ഇത്ര പെട്ടെന്ന് പറഞ്ഞോ? നീയല്ലേ പറഞ്ഞത് എന്നോട് എന്തൊക്കെയോ സീരിയസ് ആയ കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. അത് ഇന്ന് പറയണ്ട ഇന്ദ്ര. ഇന്നൊരു സന്തോഷമുള്ള ദിവസമല്ലേ? പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് നിങ്ങൾ 3 പേരും കൂട്ടായി. അരുണേട്ടനും നയനയും ഒന്നിച്ചു. ഇനി ഞാനായിട്ട് ഇന്നത്തെ സന്തോഷം കളയണ്ട. പറയേണ്ടതൊക്കെ പിന്നെ പറയാം. എനിക്കും ചിലതൊക്കെ കൂടി മനസ്സിലാക്കാനുണ്ട്. അവൾക്ക് പറയാൻ താല്പര്യമില്ല എന്ന് തോന്നിയതുകൊണ്ട് ഇന്ദ്രൻ പിന്നെ അവളെ നിർബന്ധിച്ചതുമില്ല. നീലു, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ തന്നെ മനസ്സിലെ വലിയൊരു ഭാരം കുറയും. ഇത്രയും നാൾ റോയ് വീണ്ടും പ്രശ്നമുണ്ടാക്കുമോ എന്ന് കരുതി ഞാനും അരുണും അനുഭവിച്ച ടെൻഷൻ അത്ര ചെറുതൊന്നുമല്ല. ഇന്നെല്ലാം നിന്നോടും അവരോടും തുറന്ന് സംസാരിച്ചപ്പോൾ തന്നെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു. ദേ ഇപ്പോൾ നോക്കിക്കേ, മനസ്സിനൊരു ആശ്വാസമുണ്ട്. എന്നെപ്പോലെ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിന്നെയും അലട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെ എന്നോട് തുറന്നു പറയാൻ നിനക്കൊരു ഭയവും വേണ്ട. ഇനി ഒന്നിൻ്റെ പേരിലും നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. ഇന്ദ്രൻ്റെ വാക്കാ അത്. ഇന്ദ്രൻ്റെ വാക്ക് കേട്ട് എന്തിനെന്നറിയാതെ നീലുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ തന്നെ ഇത്രത്തോളം മനസ്സിലാക്കാൻ ഇന്ദ്രന് കഴിയുന്നുണ്ടല്ലോ എന്ന് കരുതിയാവണം. ഇന്ദ്രൻ പറഞ്ഞതിന് മറുപടിയൊന്നും പറയാതെ നീലു ഇന്ദ്രൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ പറ്റിച്ചേർന്നിരുന്നു.